എഫെസ്യ ലേഖനം 4:11 വാക്യാടിസ്ഥാനത്തിൽ 5 തരം ശുശ്രൂഷകളെ കുറിച്ച് കാണുന്നുണ്ട്. 5-fold മിനിസ്ട്രി എന്നാണ് അതിനെ വിളിക്കാറ്. പഞ്ചവിധ ശുശ്രൂഷകൾ. അതില് ഞാൻ ഒരിക്കലും ഒരു ചർച്ചിന്റെ പാസ്റ്റർ ആകാൻ ആഗ്രഹിച്ച ആളല്ല. വെറും ഒരു സഞ്ചാര സുവിശേഷകനായി പോകാൻ മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ എന്റെ ബൈബിൾ സ്കൂൾ പഠനത്തിന്റെ അവസാന സമയങ്ങളിൽ, വളരെ അവസാന സമയങ്ങളിൽ, ഞങ്ങളുടെ ഒരു സാറ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴാണ് ദൈവാത്മാവിനോട് ശുശ്രൂഷയെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. അത് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ഈ 5 ശുശ്രൂഷകളും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ഒറ്റ ശുശ്രൂഷയുള്ളൂ, അത് പാസ്റ്ററൽ മിനിസ്ട്രിയാണ്. പാസ്റ്റർക്ക് അപ്പോസ്തോലിക ശുശ്രൂഷയും പ്രവാചക ശുശ്രൂഷയും സുവിശേഷകന്റെ പ്രവൃത്തിയും ഇടയ വൃത്തിയും ഒപ്പം ഉപദേശക അല്ലെങ്കിൽ അധ്യാപക വൃത്തിയും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ അപ്പോൾ ശുശ്രൂഷയ്ക്കുള്ള ഏറ്റവും തുറന്ന സാധ്യത ഇടയവൃത്തിക്കാണ്. ഏറ്റവും കൂടുതൽ പ്രതിഫലവും അതിനാണ് എന്ന് ഇങ്ങനെ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ റിസ്ക്കും ഉത്തരവാദിത്വങ്ങളും ഒക്കെ അതിനാണ് പല മേഖലകളിൽ. ഇതുപോലെ പ്രപ്പോസ് ചെയ്യപ്പെട്ട എല്ലാ വിഷയങ്ങളും കൂടെ ഒരുമിച്ചെടുത്ത് പഠിക്കുവാൻ പറ്റുന്ന ഒരു ഭാഗം നാം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്തോത്രം. അതാണ് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. ആ ഗിരിപ്രഭാഷണത്തിന് നാം കൊടുത്ത അല്ലെങ്കിൽ പൊതുവെ വിളിക്കപ്പെടുന്ന ഒരു പേരാണ് നമ്മുടെ ചിലർക്കൊക്കെ ഞാൻ ആ ലിങ്ക് അയച്ചു തന്നിരുന്നു. വേറെ ചിലർക്കൊക്കെ അയച്ചു കൊടുക്കുവാൻ വേണ്ടി ചിലരെ താല്പര്യപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു ലിങ്ക് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ മീറ്റിംഗിന്റെ യാതൊരു അഡ്വർടൈസ്മെന്റ്സും കൊടുക്കാതെയാണല്ലോ ഇതുവരെയും നാം ചെയ്തു വന്നത്. അപ്പൊ അതിൽ കൊടുത്തിരുന്നത് ക്വിൻറ്റസെൻസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക്. സോ ദ സെർമൺ ഓൺ ദ മൗണ്ട് ഈസ് ദ ക്വിൻറ്റസെൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിത്വത്തിന്റെ ക്വിൻറ്റസെൻസ്, എസെൻസ്, ആകത്തുക, ദ ക്രീം ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതാണ് ഈ ഗിരിപ്രഭാഷണം. അപ്പോൾ ഗിരിപ്രഭാഷണത്തെ ക്രിസ്ത്യാനിത്വത്തിന്റെ അന്തസത്ത, ക്രിസ്ത്യാനിത്വത്തിന്റെ എസൻസ്, ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും കാതലായ കാര്യങ്ങൾ എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് ആ പേര് നാം അതിനു വേണ്ടി കൊടുത്തത്. സ്തോത്രം. അപ്പോൾ ക്രിസ്ത്യാനിത്വത്തിന്റെ ആകത്തുക നമുക്ക് ഈ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. ആ പേര് നാം അതുകൊണ്ടാണ് അതിന് കൊടുത്തത്. സ്തോത്രം. അതുപോലെ തന്നെ ഈ ഗിരിപ്രഭാഷണത്തിന് പറയപ്പെടുന്ന മറ്റു ചില പേരുകൾ കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. മറ്റൊരു പേരാണ് ദ ഓർഡിനേഷൻ അഡ്രസ് ഓഫ് ദ 12. യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരുടെ ഓർഡിനേഷൻ പ്രസംഗം. ഓർഡിനേഷൻ നമുക്കറിയാമല്ലോ. 12 അപ്പോസ്തലന്മാരെ കർത്താവ് നിയമിച്ചാക്കുമ്പോൾ അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെ സംബന്ധിച്ച ഒരു രൂപരേഖ, ഒരു ഓർഡിനേഷൻ അഡ്രസ് ഓഫ് ദ 12 അപ്പോസ്റ്റൽസ് ഓഫ് ക്രൈസ്റ്റ്. ഈ 3 അധ്യായങ്ങളെ നമുക്ക് അങ്ങനെ വിളിക്കുവാനായിട്ട് സാധിക്കും. 12 അപ്പോസ്തലന്മാരുടെ നിയമന പ്രഘോഷണമെന്നോ നിയമന പ്രസംഗമെന്നോ നമുക്ക് ഇതിനെ വിളിക്കാം. അവരുടെ അഭിഷേക സമയത്ത് എന്ന് പറഞ്ഞാൽ അവരെ നിയമിക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ എന്നർത്ഥമേ അതിനുള്ളൂ. ഓക്കെ. മറ്റൊരു പേരാണ് ദ കമ്പേൻഡിയം ഓഫ് ക്രൈസ്റ്റ് ഡോക്ട്രിൻസ്. ദ കമ്പേൻഡിയം മീൻസ് ദ കളക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഡോക്ട്രിൻസ്. യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളുടെ ഒരു കളക്ഷൻ, ഒരു സമാഹാരമാണ്. യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളുടെ സമാഹാരമാണ്
ഈ മലപ്രസംഗം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന് വിളിക്കപ്പെടുന്നു. ഈ 3 അധ്യായങ്ങളിൽ കാണുന്ന സന്ദേശങ്ങൾ കർത്താവ് ഒരുമിച്ച് പ്രസംഗിച്ചതല്ല. പല സന്ദർഭങ്ങളിൽ പ്രസംഗിച്ചതിനെ മത്തായി എന്ന സുവിശേഷകൻ ഒരുമിച്ച് ക്രോഡീകരിച്ചെഴുതിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ കോമ്പേൻഡിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, മറ്റൊരു പേരാണ് നമ്മുടെ ആ ഇൻവൈറ്റിൽ ഉണ്ടായിരുന്നത്, ദ മാഗ്ന കാർട്ട ഓഫ് ദ കിങ്ഡം. ദ മാഗ്ന കാർട്ട ഓഫ് ദ കിങ്ഡം എന്ന് പറഞ്ഞാൽ ദ ചാർട്ടർ ഓഫ് ലിബർട്ടീസ്. മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥമാണ് ദ ചാർട്ടർ ഓഫ് ലിബർട്ടീസ്. ദൈവരാജ്യത്തെ കുറിച്ചുള്ള, സ്വർഗരാജ്യത്തിന്റെ ചില രൂപരേഖകളാണ് നാം അവിടെ കാണുന്നത്, യേശു കർത്താവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു പേരുണ്ട്, ദ മാനിഫെസ്റ്റോ ഓഫ് ദ കിങ്. സ്വർഗരാജ്യത്തിലെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ രാജാവിന്റെ ഒരു മാനിഫെസ്റ്റോ ആണിത്. ദ മാനിഫെസ്റ്റോ ഓഫ് ദ കിങ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്, യ കിങ്ഡം ഓഫ് ഹെവൻ. സ്വർഗരാജ്യത്തിലെ ദൈവരാജ്യത്തിലെ രാജാവിന്റെ ഒരു പ്രമേയമാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ തന്നെ അതിനെ ദ കിങ്ഡം മാനിഫെസ്റ്റോ എന്നും വിളിക്കാറുണ്ട്. ദ കിങ്ഡം മാനിഫെസ്റ്റോ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ദൈവ രാജ്യത്തിന്റെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അതിന്റെ ഒരു വിജ്ഞാപനം എന്നതിനെ വിളിക്കാം, ദൈവരാജ്യ വിജ്ഞാപനം. അപ്പോൾ ദൈവരാജ്യത്തിൽ, ഏതൊരു രാജ്യത്തിലും ഒരു രാജാവുണ്ട്. സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യത്തിൽ ഒരു രാജാവുണ്ട്. അത് മറ്റാരുമല്ല, ക്രിസ്തുവാണ്. ആ ക്രിസ്തു എന്ന രാജാവ് തന്റെ മാനിഫെസ്റ്റോ ഇവിടെ പ്രകടമാക്കുകയാണ്. തന്റെ വിജ്ഞാപനം, പ്രകടന പത്രിക എന്നൊക്കെ നമ്മളെ രാഷ്ട്രീയ ഭാഷയിൽ തന്നെ പറയും. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ഉള്ള അംഗങ്ങൾക്ക് കർത്താവ് നൽകുന്ന വിജ്ഞാപന പ്രകടന പത്രിക എന്ന് നമുക്ക് ഇതിനെ വിളിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം അതിന്റെ ആമുഖ ചിന്തകളിലാണ് നിൽക്കുന്നത്. വിഷയത്തിന്റെ ഉള്ളിലേക്ക് നാം പിന്നീട് പ്രവേശിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ യേശു കർത്താവ് പഠിപ്പിച്ച പഠിപ്പീരുകളെ നമുക്കിവിടെ ഒരുമിച്ച് കാണുവാനായിട്ട് സാധിക്കും. നാം ഇതിനെ പൊതുവെ ഗിരിപ്രഭാഷണം എന്ന് വിളിക്കുവാനുള്ള കാരണം നമുക്ക് 2 വാക്യങ്ങൾ വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പ്ലീസ്. 5:1. ये पहाड़ी उपदेश करके कहा जाता है, प्रभु यीशु मसीह ने एक पहाड़ पर चढ़कर 6 लोगों को अपने पास बुला के उनसे कहे हुए बातें हैं मत्ती के सुसमाचार 5, 6 और 7 अध्यायों में. इसलिए इसे पहाड़ी उपदेश कहते हैं. उसका कारण है 5वां अध्याय मत्ती 5 का पहला और 8 का पहला. ये 2 भाग पढ़ेंगे तो हमें समझ में आ जाता है. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ മലയിൽ നിന്ന് ഇറങ്ങി പുരുഷാരത്തെ നിക്കണേ 5:1 നാം കാണുന്നു, യേശു പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. യേശു ഇരുന്നതിന് ശേഷം ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. ഇനി 8-ാം അധ്യായം 8-ന്റെ വായിച്ചോളൂ. ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. സ്തോത്രം. അവിടെ നാം കാണുന്നു, മലമേൽ നിന്ന് യേശു ഇറങ്ങി വന്നു. ഈ 2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 അധ്യായങ്ങൾക്ക് നാം മലപ്രസംഗം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട്, പഹാടി ഉപദേശ് നാം ദിയാ ഹെ പേര് കൊടുത്തത്.
പുരുഷാരത്തെ കണ്ടപ്പോൾ യേശു മലമേൽ കയറി. യേശു ഇരുന്നു. ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് പറഞ്ഞു. പിന്നെ ആ 1:5 മലമേൽ കയറിയ യേശു, മലമേൽ ഇരുന്ന യേശു ഇറങ്ങി വരുന്നതായിട്ട് മത്തായി പറയുന്നത് 8:1. അതുകൊണ്ടാണ് 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിന് ശേഷം 7-ാം അധ്യായത്തിന്റെ ഒടുവിൽ വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നാം ഗിരിപ്രഭാഷണം, ഗിരിമുകളിൽ, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ച പഠിപ്പീരുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വേദപുസ്തകത്തിൽ പർവ്വതങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നലെയും അങ്ങോട്ട് ഞാൻ ഒന്ന് തൊട്ട് വിട്ടായിരുന്നു ആ കാര്യം. മലകൾ, പർവ്വതങ്ങൾക്ക് ബൈബിളിൽ പൊതുവെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ഏറ്റവും പ്രധാനമായിട്ട് നോഹയുടെ കാലത്തൊക്കെ പർവ്വതങ്ങളെ കുറിച്ച് നാം കാണുന്നുണ്ട്. ഏതെങ്കിലും ഉയർന്ന സ്ഥലത്ത് നിന്നാണ് നദികൾ 4 ശാഖകളായിട്ട് ഒഴുകിയത്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ വളരെ സ്പെസിഫൈ ചെയ്തിട്ട് നാം കാണുന്നത് അബ്രഹാമിന്റെ ജീവിതം മുതലാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചത് മോറിയ ദേശത്തെ പല മലകളിൽ ഒരു മലയിൽ വെച്ചാണ്. നമ്മൾ പൊതുവെ അതിനെ മോറിയ മല എന്നങ്ങ് പേര് വിളിക്കുമെങ്കിലും ആ പേര് ശരിയല്ല. മോറിയ എന്ന ദേശത്ത് പല കുന്നുകൾ, മലകളുണ്ട്. അതിൽ ഒന്നിൽ വെച്ച്, അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, മോറിയ ദേശത്തേക്ക് നീ പോകുക, അവിടെ ഞാൻ നിന്നോട് പറയുന്ന, അല്ലെ നിന്നെ കാണിക്കുന്ന മലയിൽ വെച്ച് നിന്റെ മകനെ എനിക്ക് യാഗം കഴിക്കുക. ഇസ്ഹാക്കിന്റെ യാഗം തുടങ്ങി പഴയ നിയമത്തിൽ മലയുടെ പ്രാധാന്യം ഇസ്രായേലി ജീവിതവുമായി ബന്ധപ്പെട്ട്, ദൈവത്തിന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന്റെ ജീവിതം അങ്ങനെ അങ്ങോട്ട് പോകുന്നു. പിന്നീട് ഇസ്രായേലിന്റെ വിളിയുമായി ബന്ധപ്പെട്ട് മോശയെ ദൈവം വിളിക്കുന്നത് ഹോരേബിന്റെ മുകളിൽ നിന്നാണ്. അവർക്ക് ദൈവം വെളിപ്പെടുന്നത് ഹോരേബിലാണ്. കൽപ്പനകൾ കൊടുക്കുന്നത് അവിടെ വെച്ചാണ്. അങ്ങനെ തുടങ്ങി മലകൾ ഇസ്രായേലിന്റെ ജീവിതത്തിലും വേദപുസ്തകത്തിന്റെ ചരിത്രത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അനുഗ്രഹവും ശാപവും അവരെ അറിയിച്ചത് 2 മലകളുടെ മുകളിൽ നിന്നാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ദേവാലയം പണി മലകളിൽ മേലാണ് നടന്നത്. ഏലിയാവിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പഴയ നിയമത്തിൽ കാണാം. പുതിയ നിയമത്തിലും പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ ജീവിതവും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടും നമുക്ക് മൗണ്ടൻസ്, പർവ്വതങ്ങളുടെ പ്രാധാന്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ ജീവിതവും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് 6 മലകളെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്യു മെൻഷൻസ് സ്പെഷ്യലി 6 mountains in relation with the ministry and life of Jesus Christ. प्रभु यीशु मसीह की सेवकाई के संबंध में मत्ती के सुसमाचार के अंदर हम 6 पहाड़ों के बारे में देखते हैं. ഈ പർവ്വതങ്ങൾ, അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തെ മറ്റ് ജാതികളൊക്കെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പർവ്വതദേവൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ വിചാരിച്ചു ഇസ്രായേൽ മക്കള് പർവ്വതത്തിൽ വെച്ച് യുദ്ധം ചെയ്താൽ ജയിക്കും. കാരണം ഇസ്രായേലിന്റെ ദൈവം പർവ്വതത്തിൽ വസിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ചിലരൊക്കെ വിചാരിച്ചു ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും താഴ്വരകൾ, വാലീസിലേക്ക് കൊണ്ടുവന്ന് യുദ്ധം ചെയ്താൽ അവർ ജയിക്കത്തില്ല. കാരണം അവരുടെ ദൈവത്തിന് വാലി ബാറ്റിൽസ് അറിയത്തില്ല. താഴ്വരകളിലെ യുദ്ധങ്ങൾ അറിയാത്ത ദൈവമാണ്.
ഇസ്രായേലിന്റെ ദൈവമെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരു സമയം. അതൊക്കെ നമുക്ക് പഴയ നിയമത്തിൽ കാണാം. അങ്ങോട്ടൊക്കെ നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. പർവ്വതങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുവാൻ, അല്ലെങ്കിൽ പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട് പഴയ നിയമ ഭാഗങ്ങൾ കാണുന്നതിന് കാരണമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് അവിടെ ഒരു റെപ്രസെന്റേഷൻ ആണ്. പർവ്വതങ്ങൾ അതിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട് ദൈവം മനുഷ്യരിൽ നിന്നും ഉയർന്നവനാണെന്നും സ്രഷ്ടാവ് സൃഷ്ടിയിൽ നിന്നും ഉയർന്നവനാണെന്നും ദൈവം ഉന്നതികളിന്മേൽ വസിക്കുന്നവനാണെന്നും ഒരു സൂചന നൽകുക എന്നതാണ് അതുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത്. പൊതുവെ ദൈവങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്തയാണുള്ളത്. നമ്മുടെ രാജ്യത്ത് തന്നെ നോക്കിക്കോളൂ. മിക്കവാറും ഒക്കെ പ്രധാനപ്പെട്ട തീർത്ഥസ്ഥലങ്ങൾ മലമുകളിലാണ്. മിക്കവാറുമൊക്കെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ മലമുകളിലാണ്. മലമുകളിൽ ഏതെങ്കിലുമൊക്കെ ആരാധനാ സ്ഥലങ്ങളോ ദൈവങ്ങളോ ദൈവസ്ഥാപനങ്ങളോ ഒക്കെ ഉണ്ട്. അത് പൊതുവെ മനുഷ്യന്റെ ഒരു ചിന്തയാണ്. ദൈവം ഉയർന്നവൻ എന്ന നിലയിലാണ് അങ്ങനെ. അതുകൊണ്ട് തന്നെയാണ് ജാതികളൊക്കെ പച്ചമരത്തിൻ കീഴിലും മലകളിലും അവർ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്നത്. വലിയ വലിയ മരത്തിന്റെ ചുവട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് അവര് ദൈവങ്ങളെ ആവസിപ്പിക്കുന്നത്, നിവേശിപ്പിക്കുന്നത് ഈ അർത്ഥത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദൈവം, യഹോവയായ ദൈവം അവരോട് പറയുന്നത്, ഇസ്രായേൽ പാപം ചെയ്തപ്പോഴൊക്കെയും എല്ലാ പച്ചമരത്തിൻ കീഴിലും നിങ്ങൾ യാഗപീഠങ്ങൾ, ബലിവേദികൾ പണിതു എന്ന്. അപ്പോൾ ദൈവം മലകളുമായി ബന്ധപ്പെട്ട തന്റെ വെളിപ്പാടുകൾ നൽകിയത് ഒരു പ്രധാന കാരണം ദൈവത്തിന്റെ ഉയർച്ച, ദൈവത്തിന്റെ മഹത്വം, സൃഷ്ടിയിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഭൂമിയിൽ നിന്നുമൊക്കെ ഉന്നതനായിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് പ്രതീകാത്മകമായി തന്നെയാണ്. അല്ലാതെ പർവ്വതത്തിൽ ദൈവത്തിന് കൂടുതൽ ശക്തിയും താഴ്വരയിൽ ശക്തിഹീനതയും ഒന്നും ദൈവത്തിനില്ല. നമ്മുടെ ദൈവത്തിന് വെള്ളത്തിലും കരയിലും ഒരുപോലെ പ്രവർത്തിക്കാൻ സാധിക്കും. ദൈവത്തിന് ഒരേപോലെ തന്നെ പ്രവർത്തിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. സ്തോത്രം, ഒരു പ്രയാസവുമില്ല. ഓക്കെ, നമ്മുടെ ദൈവം എവിടെയും ഒരുപോലെ പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഒരുപോലെ പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഓക്കെ, നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ശുശ്രൂഷയുമായി വിശേഷിച്ച് ബന്ധപ്പെട്ട് 6 മലകളെ, പർവ്വതങ്ങളെയാണ് മത്തായി അവതരിപ്പിക്കുന്നത്. യേശുവിന്റെ ജീവിതവുമായിട്ടും ശുശ്രൂഷയുമായിട്ടും മലകൾക്കുള്ള ബന്ധം, അത് യേശുക്രിസ്തുവിന്റെ ഉയർച്ചയെ കാണിക്കുന്നതിന് വേണ്ടിയല്ല. ഒന്ന്, അവിടെ ഏകാന്തത ലഭിക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ, മറ്റ് ജനങ്ങളിൽ നിന്നും അകന്നിരിക്കുവാൻ. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, കൊറോണ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്. പൊതുസമൂഹത്തിൽ നിന്നും അകന്നിരിക്കാനായിട്ട് മലകളിൽ സാധിക്കാറുണ്ട്. അതുകൊണ്ട് കർത്താവ് പല സമയത്തും തൻ്റെ ഏകാന്തമായ പ്രാർത്ഥനാ സമയത്തിനും ശിഷ്യന്മാരുമായിട്ട് ഒറ്റയ്ക്ക് ചിലവഴിക്കുവാനും ഒക്കെയാണ് മലകൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊന്ന്, ഇന്നത്തെ പോലെ PA സിസ്റ്റം ഒന്നും ഇല്ലാത്ത കാലമല്ലേ. അതുകൊണ്ട് പ്രസംഗിക്കുന്നയാള് അല്പം ഉയർന്ന സ്ഥലത്ത് നിന്ന് സംസാരിച്ചാൽ ശബ്ദം കൂടുതൽ സ്ഥലത്തേക്ക് ഓഡിബിൾ ആയിരിക്കും, കേൾക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സാങ്കേതികത്വവും യേശുവിന്റെ ശുശ്രൂഷയിൽ പർവ്വതങ്ങൾക്കുണ്ട്. അതല്ലാതെ പർവ്വതങ്ങൾക്ക് പ്രത്യേകമായ ദൈവത്വമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്.
Okay, no special divinity or no special, what do you say, holiness related to any mountain. അങ്ങനെയില്ല. പഴയ നിയമത്തിൽ ആ സൂചനയുണ്ട്, എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അങ്ങനെയുള്ള സംഗതികൾ ഒന്നും തന്നെ ഇല്ല എന്നത് വ്യക്തമാക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് ആ 6 പർവ്വതങ്ങളെ നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിന്റെ ഒന്നും വിശദീകരണം നമുക്ക് ഉണ്ടാവില്ല, കേവലം പറഞ്ഞു പോകുകയുള്ളൂ. ഒന്നാമത്തേത്, the mountain in which Jesus was tempted, a mountain that is very much close to Jesus in relation with his temptation. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, Matthew 4:8. प्रभु यीशु मसीह की अजमाइश जहां हुआ वो एक पहाड़ पर था. मत्ती 4:8 में बताते हैं कि यीशु मसीह को ऊंचे पहाड़ पर ले जाया गया जहां मसीह की परीक्षा हुआ था. 4-ന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. ഓക്കെ, താങ്ക് യു. സിജു, നല്ലൊരു പേരാണ്. സിജു അതിന് പേരിട്ടിരിക്കുന്നത് ഹിൽ ക്വാറന്റൈൻ. ഓക്കെ, ഗുഡ്. യേശുക്രിസ്തു പർവ്വതങ്ങളിലേക്ക് വാങ്ങിപ്പോയതിനെ കൊടുത്തിരിക്കുന്ന ഒരു പേര് ഹിൽ ക്വാറന്റൈൻ. വെരി ഗുഡ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ഇവിടെ മത്തായി 4-ന്റെ 8 നാം കാണുന്നു. പരീക്ഷാ സമയത്ത് പിശാച് യേശുവിനെ ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി. ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നാം കാണുന്ന പർവ്വതമാണത്. അപ്പോൾ അവിടെ ദിവ്യത്വം ഒന്നും ഉണ്ടായിട്ടല്ല കൊണ്ടുപോയത്, അവിടെ യേശുവിനെ ക്വാറന്റൈൻ ചെയ്യാനും കൊണ്ടുപോയതല്ല. നമ്മൾ മുമ്പേ കണ്ടതുപോലെ എല്ലായിടവും കാണത്തക്കവണ്ണം ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പർവ്വതമാണ് നാം ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്ന ഗിരിപ്രഭാഷണം നടത്തിയ മല. നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. മാത്യു ചാപ്റ്റർ 5:1, മത്തായി 5-ന്റെ 1 നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം നടത്തിയ, ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച മല, അതാണ് രണ്ടാമത്തെ മല. ഓക്കെ, ദ സെക്കൻഡ് mountain on which Jesus taught his disciples, that is related with the Sermon on the Mount. ഗിരിപ്രഭാഷണം നടത്തിയ മല. മൂന്നാമത്തെ മലയാണ് യേശു ക്രിസ്തു കുറെ സൗഖ്യങ്ങളൊക്കെ നടത്തിയ മല. നടത്തിയ മല യേശു ക്രിസ്തു നടത്തിയൊരു മലയാണത്. 15-ാമത്തെ അധ്യായത്തിലാണ് നാം അതേക്കുറിച്ച് കാണുന്നത്. 15-ാമത്തെ അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാം മത്തായിയുടെ സുവിശേഷമാണ്. 15-ാമത്തെ അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യേശു കർത്താവിന്റെ അവിടെ നാം 29-ാം വാക്യത്തിൽ വായിക്കുന്നത് എടുത്തു ആരെങ്കിലും. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലിനരികെ ചെന്ന് മലമേൽ കയറി അവിടെ ഇരുന്നു. എന്നിട്ട് താഴോട്ട് നാം വായിക്കുന്നത്, ഒത്തിരി രോഗികളെയൊക്കെ അവിടെ കൊണ്ടുവന്നു, യേശു കർത്താവ് അവരെയൊക്കെയും സൗഖ്യമാക്കി. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു മലയെ കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. ഓക്കെ, വീണ്ടും നാം കാണുന്നത് 4-ാമത്തെ മല. നാം കാണുന്നത് ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ 17-ാം അധ്യായത്തിലാണ്. 17-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന മറുരൂപമല, നാം സാധാരണ വിളിക്കുന്ന മറുരൂപമല, യേശു ക്രിസ്തു ട്രാൻസ്ഫിഗറായ മല, യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ട മല, ട്രാൻസ്ഫിഗറേഷൻ, ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 17:1. വായിച്ചു.
കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. മതി. അപ്പോ അത് രൂപാന്തരത്തിന്റെ മല, അതിനെക്കുറിച്ചൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ മലയാണ് the mount on which Jesus gave the final discourse to his disciples. തന്റെ ശിഷ്യന്മാർക്ക് ഏറ്റവും ഒടുവിലത്തെ ഉപദേശങ്ങൾ കൊടുത്ത, പ്രഭാഷണം നടത്തിയ മല. അതാണ് ചാപ്റ്റർ 24, 24-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. 24-ന്റെ 3-ാമത്തെ വാക്യത്തിൽ 24:3. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്ന്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതുകൊണ്ട് ഈ പ്രസംഗത്തിനെ, 24-ാം അധ്യായത്തിൽ നാം കാണുന്ന പ്രസംഗത്തെ ഒലിവറ്റ് ഡിസ്കോഴ്സ് എന്നും പറയാറുണ്ട്. ഒലിവുമല പ്രഭാഷണം എന്നും നമുക്ക് ഈ 24-ാം അധ്യായത്തിലെ പ്രഭാഷണത്തെ കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, മറ്റൊന്നാണ് 6-ാമത്തേത്. അതും ഏതാണ്ട് മല ഇത് തന്നെയാണ്, പക്ഷെ സന്ദർഭം വേറെയാണെന്നേ ഉള്ളൂ. 28-ാമത്തെ അധ്യായത്തിലാണ് നാം അത് കാണുന്നത്. 28-ന്റെ 16 മുതൽക്ക് ഉള്ള വാക്യങ്ങൾ. 16-ാമത്തെ വാക്യം വായിച്ചോളൂ. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. മതി മതി മതി. അതാണ് the mount where Jesus commissioned his disciples or his apostles. A commissioning mountain. അപ്പോസ്തലന്മാരെ അന്തിമമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിക്കുന്ന മല. The same mountain from which Jesus was ascended. അതേ മലയിൽ നിന്നാണ് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. അത് മറ്റൊരു സുവിശേഷത്തിലാണ്. എന്നാൽ ഈ സുവിശേഷ പ്രകാരം യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അന്തിമമായിട്ട് നിയോഗിക്കുന്ന, കമ്മീഷൻ ചെയ്യുന്ന മലയാണിത്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട 6 മലകളെ നമുക്ക് യേശു ക്രിസ്തുവിന്റെ ജീവിതവും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാം. അപ്പോൾ ഇത്രയും കണ്ടതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. മത്തായിയുടെ ഒരു പ്രത്യേക ശൈലി നമുക്ക് മനസ്സിലേക്കാണ്. റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് മാത്യു. അത് അല്പവും കൂടെ നമുക്ക് മുൻപോട്ട് പോയാൽ കുറച്ചുകൂടെ അത് വ്യക്തമാകും. മത്തായിയുടെ സുവിശേഷത്തെ പൊതുവെ വിളിക്കുന്നത് എ ഗോസ്പൽ written by a Jew, written about a Jew, written to the Jews. മത്തായിയുടെ സുവിശേഷത്തെ പൊതുവെ വിളിക്കുന്നതാണ് ഒരു യഹൂദനാൽ യഹൂദന്മാർക്ക് വേണ്ടി, ഒരു യഹൂദനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു സുവിശേഷം. ഓക്കെ, മത്തായിയുടെ സുവിശേഷത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് gospel written by a Jew, that is Matthew. Written about a Jew, that is about Jesus Christ. And written to the Jews, to the Jewish community. യഹൂദന്മാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് യഹൂദനായ യേശുവിനെ കുറിച്ച് യഹൂദനായ മത്തായി എഴുതിയ ഒരു പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. അതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് എങ്ങനെയാണ്? അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അവിടെ യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതായതുകൊണ്ടും യഹൂദനായ യേശുവിനെ കുറിച്ച് എഴുതിയതായതുകൊണ്ടും യേശു
യഹൂദനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വരച്ചു കാണിച്ചിരിക്കുക. അബ്രഹാമിന്റെ സന്തതിയാണ് യേശു, ദാവീദിന്റെ സന്തതിയാണ് യേശു. എന്നിട്ട് താഴെ 10-16 വാക്യങ്ങളിലായിട്ട് യേശു ക്രിസ്തുവിന്റെ യഹൂദ വംശ പാരമ്പര്യവും തെളിയിച്ചിരിക്കുന്നു. നമ്മൾ പലരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇതിന്റെ അറേഞ്ച്മെന്റ് ശരിയായില്ലല്ലോ. എന്താ, പുതിയ നിയമം ഒരാൾ വലിയ കാര്യത്തെ വായിക്കാൻ തുടങ്ങുമ്പോ ആദ്യത്തെ പേജിൽ തന്നെ അങ്ങ് ബോറാകുക. എന്താ, വംശാവലിയ ക്രോണോളജി അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, വംശാവലിയ കൊടുത്തിരിക്കുന്നത്. സോ ആൻഡ് സോ ബിഗെറ്റ് സോ ആൻഡ് സോ, ഇന്നാൾ ഇന്നാളിനെ ജനിപ്പിച്ചു. നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാ. ജനിപ്പിച്ചവരെയും പരിചയമില്ല, ജനിച്ചവരെയും പരിചയമില്ല. അതുകൊണ്ട് പലരും മത്തായി 1 മുതൽ വായിക്കാൻ തുടങ്ങുന്നവർ മടക്കി വെക്കുകയാണ് പതിവ്. പക്ഷെ നാം അത് മനസ്സിലാക്കണം, എന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. യഹൂദൻ അത് വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാകും. ആ വംശാവലിയിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി മെസ്സേജസ്, ഒത്തിരി സന്ദേശങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ഒത്തിരി സന്ദേശങ്ങളുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അനേക മണിക്കൂറുകൾ പഠിക്കുവാനുള്ള അന്തസത്ത അവിടെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ അവിടേക്കൊന്നും ഇന്ന് പോകില്ല. ഈ ക്ലാസ്സിൽ നമ്മൾ അവിടേക്ക് പോകില്ല. അങ്ങനെ മത്തായിയുടെ സുവിശേഷം ഒരു യഹൂദനെ കുറിച്ച് യഹൂദന്മാർക്ക് വേണ്ടി അവർക്ക് മനസ്സിലാകുന്നത് പോലെ എഴുതിയിരിക്കുക. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ മത്തായി ചിത്രീകരിച്ചിരിക്കുന്നത് യഹൂദന്മാരുടെ രാജാവ്. Who is Jesus in the Gospel of Matthew? He is the King of the Jews. യഹൂദന്മാരുടെ രാജാവ് എന്നാണ് യേശുവിനെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നാം വേറെ ഏതൊരു സുവിശേഷ ഗ്രന്ഥത്തിലും ഉള്ളതിനേക്കാൾ കൂടുതൽ പഴയ നിയമ ഉദ്ധരണികൾ ഈ പുസ്തകത്തിൽ കൂടുതലായി കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് കൊട്ടേഷൻസ്, പഴയ നിയമ ഉദ്ധരണികൾ കാണുവാൻ സാധിക്കുന്നത്. ഡിറക്റ്റ് ഓർ ഇൻഡിറക്റ്റ് ആയിട്ടുള്ള ഉദ്ധരണികളെ നമുക്ക് ധാരാളം ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. വളരെയധികം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. ഓക്കെ, ഏതാണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണാൻ ശ്രമിച്ചപ്പം എനിക്ക് ഏതാണ്ട് 130 എണ്ണം കിട്ടി. നിങ്ങൾ ചിലപ്പോൾ എണ്ണിയാൽ കൂടുതലോ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയേക്കാം. എന്നാലും direct or indirect quotations, at least 130 I could count from this gospel. Old Testament quotations 130 are quoted in this gospel book. ഈ സുവിശേഷ ഗ്രന്ഥത്തിൽ 130ഓളം പഴയ നിയമ ഉദ്ധരണികൾ പൂർണ്ണമായോ ഭാഗികമായോ മത്തായി എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ അധ്യായം തന്നെ നാം 22-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരു ഉദ്ധരണി എഴുതിയിട്ട് 23-ാം വാക്യത്തിൽ പറയുകയാണ്, ഇതൊക്കെയും എന്തിനാ സംഭവിച്ചത്? പ്രവാചകൻ മുഖാന്തരം കർത്താവ് അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. അപ്പോൾ പഴയ നിയമത്തിന്റെ നിവൃത്തി യേശു ക്രിസ്തുവിൽ ഉണ്ടായി എന്ന് സ്ഥിരീകരിച്ചിട്ട് പഴയ നിയമം പ്രവചിച്ച മശിഹായാണ് യേശു എന്ന് മത്തായി വെളിപ്പെടുത്തുകയാണ്. സോ മാത്യു ഈസ് ട്രൈയിങ് ടു എസ്റ്റാബ്ലിഷ് that Jesus is the Messiah
about whom the Old Testament prophets were prophesying and prophesying and prophesying. And therefore, he was trying to quote Old Testament quotations that were fulfilling in Jesus. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ജനനം മുതൽ ഉയർപ്പ് വരെ നിറവേറിയ സംഭവങ്ങളെ എടുത്തു കാട്ടുകയാണ്. സ്തോത്രം. അപ്പോൾ ഒരു പർവ്വതത്തെയും കൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. ഒരു മലയും കൂടെ കാണാം. അപ്പോൾ 7 മലകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് the mount on which Christ was crucified. ഗോൽഗോഥായെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 7 ഉണ്ട്. ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് എന്റെ ബൈബിളിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ വിട്ടുപോയിരുന്നു. 7th one. ഗോൽഗോഥ. തലയോടിടം, എ പ്ലേസ് ഓഫ് സ്കൾസ്. ഓക്കെ, തലയോടിടം. അത് നാം കാണുന്നത് 27ാമത്തെ അധ്യായത്തിലാണ്. മാത്യു ചാപ്റ്റർ 27. അവിടെയാണ് തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥയെ കുറിച്ച് നാം കാണുന്നത്. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ മല. അത് നാം 27ാം അധ്യായത്തിന്റെ 33ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ 7 മലകൾ, 7 മലകളെ കുറിച്ച് നാം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നാം മത്തായിയുടെ എഴുതിയ ഉദ്ദേശം കണ്ടു. യേശു ആരാണ്? മശിഹായാണ്. യേശു ആരാണ്? ക്രിസ്തുവാണ്. പഴയ നിയമപ്രവാചകന്മാർ പ്രവചിച്ചത് ഇവനെ കുറിച്ചാണ്. യേശുവിൽ പ്രവചന നിവൃത്തി ഉണ്ടായി എന്ന് മത്തായി എഴുതി കാണിക്കുന്നു. ശരി, ഇനി നമുക്ക് നോക്കാം മത്തായിയുടെ എഴുത്തിന്റെ ഒരു ശൈലി. മത്തായിയുടെ എഴുത്തിന്റെ ശൈലി നരേഷൻ ഡിസ്കോഴ്സ്. ദിസ് ഈസ് ദ സ്റ്റൈൽ ഓഫ് മാത്യു. നരേഷൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവങ്ങളുടെ വിവരണമാണ്. അപ്പോൾ മത്തായിയുടെ അവലംബിക്കുന്ന രീതി ആദ്യം യേശുവിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെ കുറിച്ച് നരേറ്റ് ചെയ്യും, അവിടെ വിവരിക്കും. ഒരു വിവരണം, ജീവിതത്തെ കുറിച്ചോ ശുശ്രൂഷയെ കുറിച്ചോ ഉള്ള ഒരു വിവരണം, ഇല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിച്ച്, ഒരു സൗഖ്യത്തെ കുറിച്ചോ ഒക്കെയുള്ള ഒരു നരേഷൻ, ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം ആദ്യം കൊടുക്കും. അതങ്ങോട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡിസ്കോഴ്സ്, യേശു ക്രിസ്തു നടത്തിയ ഒരു പ്രസംഗം, ഒരു പഠിപ്പീരിനെ കുറിച്ച് പറയും. ആ പഠിപ്പീര് തീരുമ്പം പിന്നെയും നരേഷൻ, പിന്നെയും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ വിവരിക്കും, വിവരണം, പിന്നെയും ഒരു പ്രസംഗം. അങ്ങനെ യേശുക്രിസ്തുവിന്റെ പഠിപ്പീരുകളെ പൊതുവെ 5 പ്രധാന പ്രഭാഷണങ്ങളായിട്ടാണ് മത്തായി തന്റെ ഈ സുവിശേഷ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്. മാത്യു summarizes the ministry, the teachings of Jesus into 5 particular discourses in this particular gospel. 5 discourses. 5 പ്രസംഗങ്ങളെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 5 പ്രസംഗങ്ങൾ. ഇത് ഒരുമിച്ച് നടത്തിയ പ്രസംഗങ്ങളല്ല. മത്തായി സംഭവങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരുമിച്ച് എഴുതി. പ്രസംഗങ്ങളെല്ലാം കൂടെ വിഷയമനുസരിച്ച് ക്രോഡീകരിക്കുക. ഓക്കെ, അങ്ങനെ ഒരു നല്ല എഴുത്തുകാരനാണ് ഈ മത്തായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 5 ഡിസ്കോഴ്സസും കൂടെ നമുക്ക് ഒന്ന് നോക്കാം. 5 ഡിസ്കോഴ്സസ്. ഒന്നാമത്തെ ഡിസ്കോഴ്സ്, ഒന്നാമത്തെ പ്രസംഗമാണ് അല്ലെങ്കിൽ പ്രഭാഷണമാണ് നാം ഇപ്പോൾ പഠിക്കുവാനിരിക്കുന്ന ഗിരിപ്രഭാഷണം. ഓക്കെ, the first discourse Matthew records is the same.
the discourse on the sermon on the mount. ഗിരിപ്രഭാഷണം എന്ന ഡിസ്കോഴ്സ് ആണ് ഒന്നാമത്തേത്. മാത്യു 5, 6 and 7, 5, 6, 7 അധ്യായങ്ങളിൽ കാണുന്ന ഗിരിപ്രഭാഷണമാണ് ഒന്നാമത്തേത്. Praise the Lord. So मत्ती प्रभु यीशु को पुराने नियम की भविष्यवाणियों के अनुसार पैदा हुआ या मनुष्य बना हुआ मसीह है करके प्रस्तुत करते हैं. यीशु को मसीह प्रस्तुत करते हैं. उसके लिए यीशु मसीह ने जो किए हुए कामों का वर्णन दिया, उसके बाद मसीह ने दिए शिक्षाओं को लिया. उस प्रकार 5 प्रकार के शिक्षाओं को देखते हैं. तो उसमें पहला शिक्षा है मत्ती 5, 6, 7 अध्यायों में जो बताया गया है. ओके, ഒന്നാമത്തെ പ്രഭാഷണമാണ് ഗിരിപ്രഭാഷണം. മത്തായി 5, 6, 7 അധ്യായങ്ങൾ. സെക്കൻഡ് discourse is the mission discourse or the missionary discourse. മിഷനറി പ്രഭാഷണമാണ് രണ്ടാമത്തേത്. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രഭാഷണം മത്തായി രേഖപ്പെടുത്തുന്നത് ക്രിസ്തുവിന്റെ മിഷനറി പ്രഭാഷണമാണ്. അത് 10ാമത്തെ അധ്യായത്തിലാണ്, ചാപ്റ്റർ 10. Duties of the leaders of the kingdom of God. മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ നാം കാണുന്നത് duties of the members or the citizens of the kingdom. നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്, വിവരിക്കുന്നുണ്ട് പിന്നീട്. എന്നാൽ രണ്ടാമത്തെ ഡിസ്കോഴ്സിൽ നാം കാണുന്നത് ഡ്യൂട്ടീസ് ഓഫ് ദ ലീഡേഴ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. സ്വർഗരാജ്യത്തിന്റെ നേതൃത്വം നൽകുന്ന മിഷനറിമാർക്ക്, ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരോട് മാത്രമായിട്ടൊരു മിഷനറി ഡിസ്കോഴ്സ് നടത്തി നമ്മുടെ കർത്താവ് പറയുന്നത് 10ാം അധ്യായത്തിൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ ഡിസ്കോഴ്സ് 13ാം അധ്യായത്തിലാണ്, ചാപ്റ്റർ 13. ദാറ്റ് ഈസ് ദ ഡിസ്കോഴ്സ് of the parables of the kingdom of heaven. സ്വർഗരാജ്യത്തിന്റെ ഉപമകളാണ് 13ാമത്തെ അധ്യായത്തിൽ. സ്വർഗരാജ്യത്തിന്റെ ഉപമകൾ 7 ഉപമകൾ ഒന്നിനു പുറകെ ഒന്നായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 parables are recorded there in chapter 13 about the kingdom of heaven. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള 7 ഉപമകൾ 13ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ചിരുന്ന് യേശു പറഞ്ഞതൊന്നുമല്ല കേട്ടോ. യേശു കർത്താവ് പലപ്പോഴായിട്ട് പറഞ്ഞതാ, ഇതൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞതാ. പക്ഷെ മത്തായി അതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി വെച്ചിരിക്കുന്നു. ഒരുമിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു ടോപ്പിക്കൽ, ഒരു തീമാറ്റിക് സ്റ്റഡിയാണ് ഇവിടെ മത്തായി അവലംബിക്കുന്നത്. അപ്പം ഞങ്ങൾ ഉപദേശിമാരും ഒക്കെ പ്രസംഗിക്കുന്ന പല ശൈലികളുണ്ടല്ലോ. ചിലർക്ക് ഇതുപോലെ ടോപ്പിക്കല, ഏത് പ്രസംഗം എടുത്താലും ടോപ്പിക്കല. അങ്ങനെ ഒത്തിരി പ്രസംഗങ്ങൾ, അതിന്റെ ശൈലികളൊക്കെ പറയാറുണ്ട്. എക്സജറ്റിക്കൽ പ്രസംഗങ്ങളുണ്ട്, ടോപ്പിക്കൽ പ്രസംഗങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ മത്തായി അവലംബിച്ചിരിക്കുന്നത് എ ടോപ്പിക്കൽ, എ തീമാറ്റിക് സ്റ്റഡി. അങ്ങനെ ഒരു തീമിനെ ബേസ് ചെയ്ത് യേശു കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കൂടെ എടുത്തെഴുതിയിരിക്കുകയാണ് ഈ 13ാമത്തെ അധ്യായത്തിൽ. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ. ഓക്കെ, ഫോർത്ത് ഡിസ്കോഴ്സ് ഈസ് എ ഡിസ്കോഴ്സ് ഓൺ ദ ചർച്ച്. സഭയെ കുറിച്ചുള്ള പ്രഭാഷണമാണ് 4ാമത്തേത്. कलीसिया के बारे में मसीह ने दिया हुआ संदेश है चौथा, जो 16 में भी है और विशेषकर चैप्टर 18 में दिया है. 18ാമത്തെ അധ്യായത്തിലാണ് കൂടുതലും അത് കാണുന്നത്.
അതിന്റെ സൂചന 16-ാം അധ്യായത്തിലുണ്ട്. എന്നാൽ 18-ാം അധ്യായത്തിലാണ് അതിന്റെ മാനിഫെസ്റ്റോ കാണുന്നത്. ഓക്കെ, the church is first prophesied in chapter 16, whereas the disciplines of the church, the manifesto of the church is described or elaborated or discoursed in chapter 18. 18-ാമത്തെ അധ്യായത്തിലാണ് അതിന്റെ വിവരണം നാം കാണുന്നത്. സഭയെക്കുറിച്ചുള്ള ആദ്യ പ്രവചനവും സൂചനയും 16-ാം അധ്യായത്തിലുണ്ട്. നാം അത് ഇന്നലെയും കാണുകയുണ്ടായി, ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. സഭയെ സംബന്ധിക്കുന്ന പ്രഭാഷണം, especially the discourse here in chapter 18 is about the greatness and the forgiveness, the nature of forgiveness of the kingdom of heaven. സ്വർഗരാജ്യത്തിന്റെ മഹത്വം, the greatness, വലിപ്പം, and the forgiveness of the kingdom, the nature of the forgiveness. സ്വർഗരാജ്യത്തിൽ സഭയിൽ നടത്തപ്പെടേണ്ട, സ്വർഗരാജ്യത്തിന്റെ അംഗങ്ങൾ പാലിക്കേണ്ട, അനുവർത്തിക്കേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ട ക്ഷമയെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മിനിയാന്നോ 4-ാം നാളോ മറ്റോ ആയിരുന്നല്ലോ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ 18-ാമത്തെ അധ്യായത്തിൽ നിന്ന് മറുപടി തന്നത്. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഇടപെടേണ്ടത്? സഭയ്ക്കകത്ത് എങ്ങനെയാണ് നാം ഇടപെടേണ്ടത്? വാട്ട് ഈസ് ദ ഡിസിപ്ലിനറി സ്റ്റാറ്റസ് or what should be done to have a particular proper discipline within the church? സഭയ്ക്കകത്തെ അച്ചടക്ക നടപടികളുടെ ക്രമീകരണം എങ്ങനെയാണ്? ഒരാളെ തെറ്റ് ചെയ്താൽ എങ്ങനെയാണ് തന്നോട് ഇടപെടേണ്ടത്? തമ്മിൽ എങ്ങനെ വേണം ഇടപെടുവാൻ? വലിയവരോടും ചെറിയവരോടും ഒക്കെ എങ്ങനെ ഓരോരുത്തരെ കണക്കാക്കണം? ഹൗ ടു കൺസിഡർ ഈച്ച് പേഴ്സൺ, ഓരോരുത്തരെ. ഇതിനെ കുറിച്ചൊക്കെ 18-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ മത്തായി ഒരുമിച്ചെടുത്ത് എഴുതിയിരിക്കുക. അതുകൊണ്ട് സബ്ജക്ട് വൈസ്, വിഷയമനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ വളരെ എളുപ്പമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന്. ആൻഡ് ദ ഫിഫ്ത് വൺ, 5-ാമത്തെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് about the coming of the king, about the coming of the king. That is known as the Olivet discourse. ഒലിവുമല പ്രഭാഷണം എന്നാണ് അത് പൊതുവെ അറിയപ്പെടുന്നത്. ആ ഒലിവുമല പ്രഭാഷണത്തിൽ പറയുന്നത് ദൈവരാജ്യത്തിന്റെ രാജാവ് വരുന്നതിനെ കുറിച്ചാണ്. രാജാവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗമാണത്. രാജാവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗം. സ്തോത്രം. അത് 24-ാമത്തെ അധ്യായത്തിലാണ്. മത്തായി 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളുണ്ട്. ഈ 3 അധ്യായങ്ങളിലുമുണ്ട്. കൂടുതലും കൊടുത്തിരിക്കുന്നത് 24-ലാണ്. 23, 24, 25. നാം ഈ ഗിരിപ്രഭാഷണം പഠിക്കുന്നത് പോലെ തന്നെ നമുക്ക് എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രഭാഷണമാണ് ഒലിവുമല പ്രഭാഷണം. അതല്ല, ഈ 5 പ്രഭാഷണവും നമുക്ക് അതുപോലെ പഠിക്കാൻ പറ്റുന്നതാ കേട്ടോ. അപ്പൊ ഇങ്ങനെ 5 പ്രഭാഷണ പരമ്പരകളായിട്ടാണ് മത്തായി യേശുക്രിസ്തുവിന്റെ പഠിപ്പീരുകളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. सो मत्ती प्रभु यीशु मसीह के शिक्षाओं को 5 विशेष भागों में होकर हमें सिखाता है. उसमें सबसे पहला है पहाड़ी उपदेश, जो परमेश्वर के राज्य के सदस्य, परमेश्वर के राज्य के नागरिक, परमेश्वर के भवन के सदस्य किस प्रकार रहना है उसके बारे में बताते हैं. ദൈവരാജ്യത്തിന്റെ അംഗങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആദ്യത്തെ പ്രഭാഷണമാണ് നാം പഠിക്കുവാൻ വേണ്ടി
ഇവിടെ പരിശ്രമിക്കുന്നത്. സ്തോത്രം, പരിശ്രമിക്കുന്നത്. ഈ മുഖവുര നാം മനസ്സിലാക്കിയാൽ മുൻപോട്ട് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ ആമുഖത്തെ കുറിച്ച് അല്പം നാം പഠിക്കുന്നത്. സ്തോത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ നാം കാണുന്നു, പലരും പറയാറുണ്ട് ഈ മത്തായി 5, 6, 7 അധ്യായങ്ങൾ ദൈവസഭയ്ക്കു വേണ്ടി ഉള്ളതല്ല എന്ന്. ചിലര് തെറ്റായി പഠിപ്പിക്കാറുണ്ട്. ഈ സെർമൺ ഓൺ ദ മൗണ്ട് ഈസ് മെന്റ് നോട്ട് ഫോർ ദ ചർച്ച്. സഭയ്ക്ക് വേണ്ടി അല്ല ഇത് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം, ഇതിൽ എഴുതിയിരിക്കുന്നത് പോലൊന്നും ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോഴത്തേക്കുള്ളതല്ല അത് എന്നാണ് അവരുടെ വാദം. സ്തോത്രം. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ഇടയിലേക്കെങ്ങാനും ഒരു ചൈനക്കാരനോ ചൈനക്കാരത്തിയോ വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, അല്ലേ? പെട്ടെന്ന് മനസ്സിലാകും. അതെന്താ? ഓരോ നാട്ടുകാർക്കും പ്രത്യേകതകളുണ്ട്. അവരെ കാണുമ്പോഴേ അറിയാം. അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം, വസ്ത്രം, കണ്ണ്, മൂക്ക്, വായ, മുഖം ഒക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഇത് ഇന്ന നാട്ടുകാരാകാനാണ് സാധ്യതയെന്ന്. ഓരോ നാട്ടുകാർക്കും ഓരോ ദേശക്കാർക്കും അവരവരുടേതായ പ്രത്യേകതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടുത്തുകാരാ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 3 വാക്യങ്ങൾ പരിചയമുള്ളതാണെങ്കിൽ നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. കൊലോഷ്യൻസ് 1:13 പ്ലീസ്. കൊലോസ്യർ 1:13. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും. മതി. നമ്മൾ നേരത്തെ വേറെ ഒരു രാജ്യത്തിലായിരുന്നു. നമുക്കൊരു മൈഗ്രേഷൻ തന്നു. ദൈവം നമ്മെ റെസ്ക്യൂ ചെയ്തു. വിടുവിച്ചെന്ന വാക്കാണ് എഴുതിയിരിക്കുന്നത്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. We were abducted. We were abducted by another king and kingdom. But our original king subdued that abductors and rescued us from their clutches. ശത്രു രാജാവ് നമ്മെ അപഹരിച്ചു വെച്ചിരുന്നു, നമ്മെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മെ തട്ടിക്കൊണ്ടുപോയ ശക്തനായ രാജാവിനെയും രാജ്യത്തെയും തോൽപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഓപ്പറേഷനിലൂടെ, സ്തോത്രം, നമ്മുടെ ദൈവം നമ്മെ അവിടെ നിന്ന് മോചിപ്പിച്ചു, റെസ്ക്യൂ ചെയ്തു. റെസ്ക്യൂ ചെയ്തിട്ട് ഓർഫണായിട്ട് വിട്ടില്ല, അനാഥരായിട്ട് വിട്ടില്ല. അവിടുന്ന് വിടുവിച്ചു, എങ്ങുമില്ലാതെ വഴിയിൽ ഇറക്കി വിട്ടില്ല. പകരം അവൻ നമ്മെ കൊണ്ടുപോയിട്ട് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചു. സ്തോത്രം. ദൈവപുത്രന്റെ രാജ്യത്തിൽ നമുക്ക് പൗരത്വം നൽകി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. He accepted us into his kingdom, into the kingdom of his beloved son, and gave us citizenship freely. നമുക്ക് സൗജന്യമായി നമ്മുടെ ദൈവം പൗരത്വം തന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ഗാഡ്. യാ മോനെ, ഇസ്രായേൽ മക്കളെയും
വിടുവിച്ചതുപോലെ അവര് മിസ്രയീമിന്റെ അടിമത്വത്തിലായിരുന്നു. അവിടെ നിന്നും ദൈവം അവരെ വിടുവിച്ച് കനാൻ ദേശം അവർക്ക് അവകാശമായി കൊടുത്തു. യെസ്, അതുപോലെ തന്നെ അതിനേക്കാളും ഉപരിയായി സ്തോത്രം, ദൈവം നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു, സാത്താന്റെ അടിമത്വത്തിൽ നിന്നും വിടുവിച്ചു. സാത്താന്റെ പല്ലുകളുടെ ഇടയിലെ ഇരകളായിരുന്ന നമ്മെ അവിടെ നിന്നും വിടുവിച്ചിട്ട് യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം തന്ന് ദൈവരാജ്യത്തിന്റെ പൗരന്മാരാക്കി നമ്മെ മാറ്റുകയായിരുന്നു. Praise the Lord. So हम लोग पहले शैतान के राज्य में थे, शैतान के गुलाम थे, शैतान की गुलामी से खुदा ने हमें छुड़ाया, छुड़ाकर परमेश्वर का पुत्र प्रभु यीशु मसीह के राज्य में हमें नागरिकता दिया, हमें स्वतंत्र कर दिया। स्तोत्रम। इसलिए हम अब स्वर्ग के नागरिक है। पढ़ेंगे ഫിലിപ്പിയോ 3:20, ഫിലിപ്പിയൻസ് 3:20, ഫിലിപ്പിയർ 3:20 വായിച്ചോളൂ. നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാകും. സ്വർഗ്ഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കയാൽ ഇവിടെ പൗലോസ് പറയുന്നു, നമ്മുടെ പൗരത്വം അതുകൊണ്ട് സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. And therefore we are heavenly citizens. We are heavenly nationalities. We are heavenly nationals. നാം സ്വർഗീയ പൗരന്മാരാണ്. എഫേഷ്യൻസ് 2:19, എഫേസ്യർ 2:19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ദൈവത്തിന്റെ വീട്ടുകാരായി നമ്മളെ മാറ്റി. സ്വർഗീയ പൗരന്മാരും ദൈവത്തിന്റെ വീട്ടുകാരുമാണ് നമ്മൾ. സ്തോത്രം. ഒത്തിരി ഉണ്ട് അങ്ങനെ പറയാൻ. അങ്ങോട്ട് പോയാൽ നമ്മുടെ വിഷയം തീരാത്തത് കൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഇങ്ങനെ സ്തോത്രം, ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവത്തിന്റെ ഭവനക്കാരാക്കി നമ്മളെ വെച്ചിരിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ തിരിച്ചറിയണം നമ്മൾ ഇവിടുത്തുകാരല്ലെന്ന്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ചൈനക്കാരോ ജപ്പാൻകാരോ ഒക്കെ നമ്മുടെ ഇടയിലെങ്ങാനും വന്നാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ അവരെ തിരിച്ചറിയും. പിന്നെ എല്ലാവരും അവരെ ആയിരിക്കും നോക്കുന്നത്. അവരവസരം തരികയാണെങ്കിൽ നമ്മുടെ കൊച്ചു പിള്ളാരെ വല്ലതും അടുത്തോട്ട് വിട്ടാൽ അവരൊക്കെ പോയി കണ്ണുമൊക്കെ അവരുടെ പിടിച്ചു നോക്കും, തൊട്ടു നോക്കും. നിങ്ങള് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു അങ്ങ് ആമസോൺ വനാന്തരത്തിലൊക്കെ കഴിയുന്ന വനവാസികളുടെ അടുക്കൽ ഈ വൈറ്റ്സ് ഒക്കെ ചില എക്സ്കവേഷൻസിനും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെല്ലുമ്പം അവരിങ്ങനെ ദൂരെ നിന്ന് ഇവരെ തൊട്ട് നോക്കുന്നു. ഇത്രയൊക്കെയായ നമ്മുടെ ഇടയിലും ഒരു സായി പോലും വന്നാൽ നമ്മൾ കണ്ണുപറിക്കാതെ നോക്കത്തില്ലേ അവരെ? നമ്മൾ നോക്കും. അവരുടെ കൂടെ നിന്നൊരു സെൽഫി ഒക്കെ എടുക്കാൻ ചിലൊക്കെ ചെന്നിട്ട് തൊട്ടു നോക്കും. ഒന്ന് കൈയൊക്കെ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ പ്രത്യേകതയാ. അപ്പൊ മറ്റൊരു രാഷ്ട്രക്കാരനെ, നാട്ടുകാരനെ പ്രത്യേകതയോടെ കാണുന്നത് പോലെ മറ്റുള്ളവരിൽ നിന്നും അയാൾ വ്യത്യസ്തനായി
സ്വർഗരാജ്യത്തിന്റെ അംഗങ്ങളായി തീർന്ന ഞാനും നിങ്ങളും ഈ ലോകത്ത് നൽകിയ പ്രത്യേക കൽപ്പനകളും ജീവിത ശൈലികളുമാണ് ഈ 3 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം ഈ 3 അധ്യായങ്ങളിലെ കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ചാൽ ഈ പറയപ്പെട്ടതുപോലെ നമ്മൾ വിശേഷതയുള്ളവരായി നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. സ്തോത്രം. നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് here in this Matthew 5-7 we see the personality of a heavenly citizen who is translated into the kingdom of God, who is rescued from the kingdom and authority of darkness. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട, മോചിക്കപ്പെട്ട, സ്വർഗരാജ്യത്തിന്റെ പൗരന്മാരായി മാറിയ വ്യക്തികളുടെ പേഴ്സണാലിറ്റിയെ, പ്രത്യേകതകളെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമാണ് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഈ ഇവിടെ നാം കാണുന്നത് സ്വർഗരാജ്യം. മത്തായിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് സ്വർഗരാജ്യം എന്നുള്ളത്. കിങ്ഡം ഓഫ് ഹെവൻ. പലർക്കും സംശയം തോന്നാറുണ്ട്, കിങ്ഡം ഓഫ് ഹെവൻ ആണോ കിങ്ഡം ഓഫ് ഗോഡ് ആണോ? രണ്ടും വേറെ വേറെയാണോ? രണ്ടും ഒന്നാണോ? എന്താണ് വ്യത്യാസം എന്നൊക്കെയുള്ള ഒത്തിരി ചിന്തകൾ കാണുമായിരിക്കും. നാം ഇവിടെ എല്ലാം പറഞ്ഞത് കിങ്ഡം എന്ന് നമ്മൾ പറഞ്ഞു ഈ അധ്യായത്തിനകത്ത്. അതുകൊണ്ട് ഇവിടുത്തെ പ്രത്യേകമായ തീം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ പൊതുവായിട്ടും മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ പ്രത്യേകമായിട്ടും മത്തായി വെളിപ്പെടുത്തുന്ന വിഷയം, തീം എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഹെവൻ എന്നുള്ളതാണ്. സ്വർഗരാജ്യം എന്ന ഒരു തീമിനെ, ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് മത്തായി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഈ സുവിശേഷത്തിൽ ഏതാണ്ട് 55 ടൈംസ് 55 പ്രാവശ്യം കിങ്ഡം ഓഫ് ഹെവൻ എന്ന പ്രയോഗം മത്തായി നടത്തുന്നുണ്ട്. ഓക്കെ, സ്വർഗരാജ്യം എന്ന് 55 പ്രാവശ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 55 പ്രാവശ്യം. സ്തോത്രം. അതില് മത്തായി 5-ാമത്തെ അധ്യായത്തിൽ തന്നെ, അതിനു മുൻപ് മുതലേ ഉണ്ട്, 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, 4:17, 4:23, 5-ാം അധ്യായം 3:10 എന്ന് വേണ്ട ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരെണ്ണം ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. റിയൽമി 5 പ്ലീസ്. ഓക്കെ, ഇപ്പൊ നാം ഇവിടെ കാണുന്നത് സ്വർഗരാജ്യം 55 പ്രാവശ്യം സുവിശേഷത്തിൽ മൊത്തമായി നാം കാണുന്നുണ്ട്. ഈ 3 അധ്യായങ്ങളിൽ തന്നെ 5-ാം അധ്യായത്തിന്റെ 3, 10, 19, 20, chapter 5 verses 3, 10, 19 and 20, and chapter 6 verses 10 and 33. 6-ാമത്തെ അധ്യായം 10, 33 വാക്യങ്ങൾ, and 7 verse 21, 7-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഒന്നുകൂടെ ഞാൻ റെഫറൻസ് പറയാം.
5-ാം അധ്യായം 3, 10, 19, 20. 6-ാം അധ്യായം 10, 33, 7-ാം അധ്യായം 21. ഈ വാക്യങ്ങളിലെല്ലാം നാം സ്വർഗരാജ്യത്തെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ മൊത്തമായിട്ടും മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ പ്രത്യേകമായിട്ടും മത്തായി പറയുന്ന തീമാണ് കിങ്ഡം ഓഫ് ഹെവൻ. കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുമ്പോൾ മത്തായി എന്താ ഉദ്ദേശിക്കുന്നത്? If that is a kingdom, there is a king. And if there is a kingdom, there is kingship. If there is a kingdom, there are subjects. ഒരു രാജ്യമുണ്ടെങ്കിൽ ഒരു രാജാവുണ്ട്. ഒരു രാജ്യമുണ്ടെങ്കിൽ പ്രജകളുണ്ട്, ഭരിക്കുന്നവനുണ്ട്, ഭരണമുണ്ട്, ഭരിക്കപ്പെടുന്നവരുണ്ട്. ഓക്കെ, ഒരു രാജ്യമുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ എന്തൊക്കെയാ? രാജാവുണ്ട്. ആരാണ് രാജാവ്? ഇവിടുത്തെ യേശുവാണ് രാജാവ്. പ്രൈസ് ദി ലോർഡ്. ജീസസ് ഈസ് ദ കിങ്. സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ രാജാവ് യേശുവാണ്. യഹൂദന്മാരുടെ രാജാവെന്ന പ്രമേയം തന്നെ മത്തായി അതുകൊണ്ട് അവതരിപ്പിക്കുന്നത്. യേശുവാണ് രാജാവ്. ആരാണ് ഭരിക്കപ്പെടുന്നത്? പ്രജകൾ, സബ്ജക്ട്സ് ആരാണ്? ലോകമാണോ സഭയാണോ? ചർച്ച്, സഭയാണ് സബ്ജക്ട്സ്, അതായത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, ദൈവമക്കൾ. സ്തോത്രം. രക്ഷിക്കപ്പെടാത്ത ലോകമല്ല. അതുകൊണ്ടാണ് നാം പറയുന്നത് മത്തായി 5, 6, 7 ലോകത്തിലുള്ള ഉപദേശമല്ല, ദൈവരാജ്യത്തിന്റെ പ്രജകളായവർക്കുള്ള ഉപദേശമാണ്. നാട്ടുകാർക്കുള്ള ഉപദേശമല്ല, വീട്ടുകാർക്കുള്ള ഉപദേശമാണിത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അപ്പോൾ രാജാവ് ക്രിസ്തു, ഭരിക്കപ്പെടുന്നത് ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം. പിന്നെ ഭരണം നടക്കണം. എപ്പോഴാണ് നാം യേശു എന്ന രാജാവിന്റെ രാജ്യത്തിലെ പ്രജകളാകുന്നത്? How can we become the subjects of the kingdom of the King Jesus Christ? എപ്പോഴാ? യേശുക്രിസ്തുവിന്റെ ഭരണം നമ്മിൽ നടക്കുമ്പോൾ മാത്രമാണ്. യേശുവിന്റെ ഭരണം നമ്മിൽ നടക്കാതെ യേശുവിനെ രാജാവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. Until and unless we are loyal to the rulership, the kingship of the King Jesus, we cannot be the members of the kingdom of heaven. ദൈവരാജ്യത്തിലെ അംഗങ്ങളായി നമുക്ക് തീരണമെങ്കിൽ യേശു എന്ന രാജാവിന്റെ ഭരണം നമ്മിൽ നടക്കണം. അതിന്റെ വേദപുസ്തക ഭാഷ്യമാണ് ലോർഡ് എന്നുള്ളത്, കർത്താവ് എന്നുള്ളത്. കുര്യാക്കോസിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഓർത്താ മതി അത്. Curios. Lord. ആരാണ് ലോർഡ്? The one whose lordship is executed. Who is the king? Whose kingship, whose rulership is executed in our lives? നമ്മുടെ കർത്താവ് ആരാണ്? ആരുടെ കർത്തൃത്വമാണോ നമ്മിൽ നടക്കുന്നത്, ആ ആളാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ രാജാവാര്?
ആരുടെ രാജത്വമാണോ നമ്മിൽ നടക്കുന്നത്, ആ ആളാണ് നമ്മുടെ രാജാവ്. അത് ഒരു വാക്യം വായിച്ച് ഒന്ന് കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഭാഗം കർത്താവ് വരുന്നില്ലെങ്കിൽ നാളെ. സ്തോത്രം. ഇന്ന് പലയിടങ്ങളിൽ നിന്ന് ധാരാളം പേര് പുതുതായി നമ്മോടൊപ്പം ചേർന്നു. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. സാധാരണ ഉള്ളതിൽ വളരെയേറെ പേർ നമ്മോടൊപ്പം കൂടി. എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. വീണ്ടും മറ്റുള്ളവരെ, നിങ്ങളുടെ സ്നേഹിതരെയൊക്കെ അറിയിക്കുന്നെങ്കിൽ അറിയിക്കുക, ജോയിൻ ചെയ്യുന്നെങ്കിൽ ചെയ്യുന്ന സന്തോഷമേ ഉള്ളൂ. നമുക്കൊരു വാക്യം വായിക്കാം ഇതുമായിട്ട് ചേർന്ന്, എന്നിട്ട് നമുക്ക് നിർത്താം. 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്തോത്രം. അപ്പോൾ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്, ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ അംഗങ്ങളായിരിക്കുന്നത് ആരാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. ആരാണ്? കർത്താവേ കർത്താവേ എന്നോ രാജാവേ ജയ ജയ എന്നോ പറയുന്നത് കൊണ്ട് കാര്യമില്ല. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ രാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നാം ഇവിടെ നിർത്തി പിരിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മിൽ ആരുടെ ലോർഡ്ഷിപ്പാണ്, ആരുടെ കിങ്ഷിപ്പാണ് നടക്കുന്നത്? ആരുടെ രാജ്യത്വമാണ്, ആരുടെ കർത്തൃത്വമാണ് നമ്മിൽ നടക്കുന്നത്? ഇന്നത്തെ അവസ്ഥയിൽ നാം യേശുവിനെ കർത്താവേ കർത്താവേ എന്നും രാജാവേ രാജാവേ എന്നും ദൈവമേ ദൈവമേ എന്നും വിളിക്കുന്നതേയുള്ളോ? അതോ വാസ്തവമായും യേശുവിന്റെ കർത്തൃത്വം നമ്മിൽ നടക്കുവാൻ, യേശുവിന്റെ രാജ്യത്വം നമ്മിൽ നടക്കുവാൻ നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തിയിട്ടുണ്ടോ? കർത്താവേ, നിന്റെ രാജ്യം എന്നിൽ സ്ഥാപിതമാകണമേ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് നമുക്ക് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മെ ദൈവപുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചത് കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു നമ്മുടെ രാജാവായിരിക്കയാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം യേശു എന്ന രാജാവിന്റെ പ്രജകളായി, നാം യേശു എന്ന രാജാവിന്റെ ഭരണത്തിൽ സുരക്ഷിതരായിരിക്കയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു നമ്മുടെ കർത്താവാണെങ്കിൽ നമ്മുടെ യേശുവിന്റെ കർത്തൃത്വത്തിൽ നിന്നും വലിച്ചകറ്റുവാൻ ഉലകത്തിലെ ശക്തികൾക്കൊന്നും കഴിയില്ലല്ലോ. സ്തോത്രം. നമ്മെ അവകാശപ്പെടുന്നവൻ നമ്മെ പൂർണ്ണമായും സംരക്ഷിക്കുവാനും ശക്തനാകയാൽ ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ നമുക്ക് പൂർണ്ണമായിട്ടും വിധേയപ്പെടുത്താം. ഒപ്പം യേശുവേ, അങ്ങയുടെ കർത്തൃത്വം പൂർണ്ണമായും എന്നിൽ നിറവേറുവാൻ ഇതാ ഞാൻ എന്നെ അങ്ങയുടെ കർത്തൃത്വത്തിനായി സമർപ്പിക്കുന്നു എന്ന് നമ്മെ തന്നെ ഏൽപ്പിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം.